A college awarded 38 medals in football, 15 medals in basketball and 20 in cricket. If these medals went to a total of 58 men and only 3 men got the medals in all the 3 sports, how many received medals in exactly 2 of the 3 sports? ഇത് നമുക്ക് ഞാൻ വരച്ചിരുന്ന പടം ഉണ്ടല്ലോ, ഞാൻ അത് ഉപയോഗിച്ചും ഫോമുല ഉപയോഗിച്ചും കൂടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ പെൻസിൽ കൊണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് തെളിയത്തില്ല. ഇതാണ് ക്രിക്കറ്റ്, സി. ഇത് എഫ്, ഇതെന്താ ഈ പേന ഇങ്ങനെ പോണേ. ഇത് എഫ്, ഇത് ബി, ബാസ്കറ്റ് ബോളർ. എൻ ഓഫ് എഫ് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട്, യൂണിയൻ തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ഫോമുല ഉണ്ടല്ലോ, നമ്പർ ഓഫ് മെൻ റിസീവ്ഡ് മെഡൽസ് ഇൻ എക്സാക്ട്ലി 2 ഓഫ് ദ 3 സ്പോർട്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 2 ഓഫ് ദ 3 സ്പോർട്സ്, 3-ൽ 2 മാത്രം മെഡൽ കിട്ടിയവര്. അപ്പൊ ആരൊക്കെയാ? ഫുട്ബോളിനും ബാസ്കറ്റിനും മാത്രം കിട്ടിയത് ബി, ഫുട്ബോളും ക്രിക്കറ്റും മാത്രം കിട്ടിയത് ഡി, ബാസ്കറ്റും ക്രിക്കറ്റും കിട്ടിയത് ആരാ? എഫ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി പ്ലസ് ഡി പ്ലസ് എഫ് ആണ്. അതാദ്യം തലയിൽ കയറ്റി വെച്ചു. നമ്മുടെ ഫോമുല ഉണ്ടല്ലോ, എ യൂണിയൻ ബി യൂണിയൻ സി, ആ ഫോമുലയ്ക്ക് എടുത്തു വെച്ചു. 58 പേർക്ക് ആണ് ഈ മെഡൽ എല്ലാം കൂടെ പോയിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നവരെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ എന്ത് കിട്ടി? ഇന്റർസെക്ഷൻ ബി, ബി ഇന്റർസെക്ഷൻ സി, എഫ് ഇന്റർസെക്ഷൻ സി. അത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു. എഫ് ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പടത്തിൽ നോക്കിക്കേ, എഫ് ഇന്റർസെക്ഷൻ ബി, എഫും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ. ഈ ഈയുടെ അകത്തും എഫും ബിയും വരും. എഫും ബിക്കും കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. എക്സാക്ട്ലി എന്ന് വെച്ചാൽ 2 മാത്രം ഉള്ളതാ ഇത്. അപ്പൊ ആരൊക്കെയാ? ബി പ്ലസ് ഇ. ഈ വട്ടവും തമ്മിൽ ആരാ വരുന്നത്? ഡി പ്ലസ് ഇ. ഈ വട്ടവും കൂടെ വരുന്നത് ആരാ? ഇ പ്ലസ് എഫ്. കണ്ടോ? അതാണ് 18 എന്ന് പറയുന്നത്. അതില് ഈ എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. കണ്ടോ? 3 ഈ ഇത്രയും 18. ഈ എത്ര തന്നിരിക്കുന്നത്? 3 സ്പോർട്സ്, നമ്പർ ഓഫ് മെൻ, കോമൺ ആയിട്ടുള്ളത് എന്ത് ചെയ്യേ? ഇന്റർസെക്ഷൻ 3. എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു 3. അതാണ് ഈ 3 പേർക്കൂട്ടർക്കും കോമൺ ആയ സ്ഥലം. കണ്ടോ? ഈയുടെ വാല്യൂ ഇട്ട് കൊടുത്തപ്പം ബി പ്ലസ് എഫ് പ്ലസ് ഡി, ബി പ്ലസ് എഫ് പ്ലസ് ഡി. അതല്ലേ നമ്മുടെ എക്സാക്ട്ലി 2 ഓഫ് ദ 3 സ്പോർട്സ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അതാണ് 9. ബി പ്ലസ് എഫ് പ്ലസ് ഡി ആണ് കാണേണ്ടത്. ഇത് നമ്മൾ ഞാൻ ഈ പഠിപ്പിച്ച രീതി പഠിപ്പിക്കാതെ ചെയ്താൽ ഇത് ഭയങ്കര പാടാവും. അപ്പൊ അതിനാ ഞാൻ പറഞ്ഞ എ ബി സി ഡി ഇ എഫ് ജി ഇങ്ങനെ ഒരേപോലെ ഇട്ട് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. In a group of students, 100 students know Hindi, 50 know English, 25 know both. Each of the students know either Hindi or English. How many students are there in the group? HE തന്നിട്ടുണ്ട്, ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട്. 100 സ്റ്റുഡൻസ് ആണ്. ഇൻ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് 100 സ്റ്റുഡൻസ് നോ ഹിന്ദി. അവിടെ ഹിന്ദിയോ ഇംഗ്ലീഷോ അല്ല എങ്കിൽ 2മോ ഏതെങ്കിലും 1 പഠിക്കുന്ന എല്ലാവരും യൂണിയനിൽ വരത്തില്ലേ? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ഗ്രൂപ്പ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയിട്ട് കൊടുത്തു. 125 പേരാ അവിടെയുള്ളത്. അടുത്തത്, ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ്, in a survey of 600 students in a school, 150 students were found to be taking tea and 225 taking coffee. 100 were taking both coffee and tea. Find how many students are taking neither tea nor coffee. തന്നിരിക്കുന്ന എല്ലാം എടുത്തെഴുതി ഫോമുലക്കകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ അവിടെ 275 ആളുകളാണ് ചായയോ കാപ്പിയോ 2മോ എന്തെങ്കിലും കുടിക്കുന്നവരുള്ളത്. അപ്പൊ എന്തായി? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് നൈദർ കോഫി നോർ ടീ, 600 മൈനസ് 275. ഇത്ര ഒന്നും കുടിക്കാത്തവരെ, ഏതെങ്കിലും ഒന്ന് കുടിക്കുന്നവരെ മൈനസ് ചെയ്യുക. ഇനി അടുത്തത്, ഷോ ദാറ്റ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് നീഡഡ് ടു സ്പെൽ കാട്രാക്ട് ആൻഡ് സെറ്റ് നീഡഡ് ടു സ്പെൽ ട്രാക്ട് ആർ ഈക്വൽ. 2 പേരുടെയും എന്തെഴുതി നമ്മള്? സെറ്റ് പിന്നെ റോസ്റ്റർ മെത്തേഡ്, റോസ്റ്റർ അല്ലല്ലോ, റോസ്റ്റർ ടാബുലർ ഫോം അല്ലെ റോസ്റ്റർ മെത്തേഡ് എന്നുവെച്ചാൽ എലമെന്റ്സ് കോമായിട്ട് തിരിച്ച്, റിപ്പറ്റീഷൻ പാടില്ല. നോക്കിക്കേ, ഇവിടെ 4 പേരുണ്ട്, അവർ തന്നെയല്ലേ ഇവിടെയും കിടക്കുന്നത്. പിന്നെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ്
അല്ല 2 സെറ്റ്സ് ആർ സെയിം, അവരെയാണ് എന്ത് വിളിക്കുന്നത്? ഈക്വൽ സെറ്റ്സ്. അപ്പോൾ ഇവർ ഈക്വൽ സെറ്റ്സ്. ഇനി അടുത്ത എന്താ നോക്കിക്കേ, നമുക്ക് ഇത് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് സബ്സെറ്റ് 3 എലമെന്റ്സ് ഉണ്ട്, അപ്പോൾ 8 സബ്സെറ്റ് ഉണ്ട്. ആദ്യം സെറ്റ് എഴുതുക, പിന്നെ നൾ സെറ്റ് എഴുതുക, പിന്നെ 2 പേരെ വെച്ച് -1 0, പിന്നെ -1 1, പിന്നെ 0 കൊണ്ട് തുടങ്ങിയ 1, പിന്നെ സിംഗിൾട്ടൺ, അങ്ങനെ 8 പേരുണ്ട്. ഇനി അടുത്തത് നോക്കിക്കേ. ഇവിടെ ഒരു ഇച്ചിരി ചിന്തിക്കേണ്ടി വരുവേ. എ മാർക്കറ്റ് റിസർച്ച് ഗ്രൂപ്പ് കണ്ടക്ടഡ് എ സർവേ ഓഫ് 1000 consumers and reported that 720 consumers like product A, 450 consumers like product B. What is the least number that must have liked both the products? Least number. A product ഇഷ്ടപ്പെട്ട് B product ഇഷ്ടപ്പെട്ടു. N of A union B. കണ്ടല്ലോ, 110 minus N of A intersection B. ലീസ്റ്റ് നമ്പേഴ്സ് ദാറ്റ് മസ്റ്റ് ഹാവ് ലൈക്ക്ഡ് ബോത്ത് ദ പ്രോഡക്റ്റ്. ഇവിടുത്തെ ലീസ്റ്റ് നമ്പറാ കണ്ടുപിടിക്കേണ്ടത്. ചിന്തിക്കാൻ പോവുക. എ യൂണിയൻ ബി ഈസ് മാക്സിമം വെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ലീസ്റ്റ്. ശരിയല്ലേ? ഇവിടെ ഇപ്പം 100 കൊടുക്കുന്നതെങ്കിൽ 1070 വരും. ഇവിടെ 200 കൊടുക്കുന്നതെങ്കിലോ 1000 താഴെ പോകും നമ്പർ അല്ലേ? അതായത് 110 ഞാൻ 100 മൈനസ് ചെയ്യുന്നതെങ്കിൽ 0701. ഇനി 1170 ഞാൻ 200 മൈനസ് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ഇങ്ങനെയല്ലേ പോണത്. എൻ ഓഫ് എ യൂണിയൻ ബി മാക്സിമം ആവണമെങ്കിൽ കണ്ടോ, അതായത് ഇവിടെ 100 കൊടുത്തപ്പം 1070 കിട്ടി. ഇന്റർസെക്ഷൻ 200 ആയപ്പം എ യൂണിയൻ ബിയുടെ ആൻസർ 1000 താഴെയായി. അപ്പൊ എ യൂണിയൻ ബി മാക്സിമം കിട്ടണമെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ലീസ്റ്റ് ആയിരിക്കണം. ഏറ്റവും കുറഞ്ഞ വാല്യൂ ആ കൊടുക്കേണ്ടത്. എ യൂണിയൻ ബി മാക്സിമം വെൻ എ ഇന്റർസെക്ഷൻ ബി ലീസ്റ്റ്. ആ വ്യത്യാസം മനസ്സിലായോ? ഈ മോൾ ഭാഗത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ നോക്കിക്കേ, നമ്മളെ 1000 കൺസ്യൂമേഴ്സിനെയാണ് അവിടെ നമ്മൾ ഈ സർവേയിൽ ഏർപ്പെടുത്തിയത്. അപ്പൊ അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ യു എന്ന് പറയുന്ന 1000 ആണ്. എ യൂണിയൻ ബിയുടെ മാക്സിമം വാല്യൂ എവിടം വരെ വരുള്ളൂ? 1000 കുറയത്തില്ല. അപ്പൊ മാക്സിമം വാല്യൂ എ യൂണിയൻ ബിക്ക് വരണമെങ്കിൽ ഇപ്പുറത്ത് മിനിമം ആയിരിക്കണമല്ലോ. അപ്പൊ ഇവിടെ 1000 കിട്ടണമെങ്കിൽ ഇവിടെ മിനിമം എത്ര മൈനസ് ചെയ്യണം? 170 മൈനസ് ചെയ്താലല്ലേ ഇവിടെ 1000 കിട്ടത്തുള്ളൂ. എ യൂണിയൻ ബി മാക്സിമം 1000, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇതൊന്ന് മനസ്സിലാക്കി എടുക്കണം. ഈ എക്സാമ്പിളൊക്കെ നോക്കണം. ഇപ്പൊ ഇവിടുന്ന് 100 മൈനസ് ചെയ്തപ്പോ ഇത് കിട്ടി. 100നേക്കാൾ വലുത് മൈനസ് ചെയ്തപ്പോ പിന്നെയും എ യൂണിയൻ ബി ചെറുതാവുക ചെയ്യുന്നത്. എ യൂണിയൻ ബി മാക്സിമം ആണ്. എ യൂണിയൻ ബിയുടെ മാക്സിമം വാല്യൂ എത്ര വരെ വരുള്ളൂ? 1000 വരെ. ആ 1000 കിട്ടണമെങ്കിൽ ഇതിന്റെ ലീസ്റ്റ് വാല്യൂ എത്ര ആയിരിക്കണം? 170. ചിന്തിക്കാനുണ്ട് അവിടെ ഇച്ചിരി. ലീസ്റ്റ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഹു ലൈക്ക്ഡ് ബോത്ത് ദ പ്രോഡക്റ്റ് ഈസ് 170. ഇനി അടുത്തത്, ഔട്ട് ഓഫ് 500 കാർ ഓണേഴ്സ് ഇൻവെസ്റ്റിഗേറ്റഡ് 400 ഓൺഡ് കാർ എ and 200 owned car B, 50 owned both A and B. Is the data true? ഈ തന്നിരിക്കുന്ന ഡേറ്റ ശരിയാണോ? തന്നിരിക്കുന്ന എല്ലാം എടുത്ത് ഇട്ട് കൊടുത്തപ്പോൾ 550 കിട്ടി. നമ്മൾ അവിടെ ഇത് ചെയ്തത് എത്ര പേരെയാ? 500 ആണെന്ന് തോന്നുന്നു അല്ലേ? 500. എ യൂണിയൻ ബി 550 കിട്ടി. 500 മേളിൽ പോകാൻ പാടില്ല. എൻ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് യു ആണ്. ഇവിടെ എൻ ഓഫ് യു എത്ര? 500 ആണ്. എൻ ഓഫ് യു എന്ന് പറയുന്നത് 500 ആണ് അല്ലേ? അപ്പൊ എ യൂണിയൻ ബി ഗ്രേറ്റർ ആയി. തെറ്റ്. ഇനിയത്തെ ഒരു 2 പ്രൂഫ് നിങ്ങളുടെ ഈ നമ്മുടെ മിസ്ലേനിയസ് എക്സസൈസിൽ ഇതുപോലത്തെ ഇച്ചിരി കാര്യങ്ങൾ ഉണ്ട്. അത് ഞാൻ എന്തായാലും ഇപ്പൊ ചെയ്യുന്നില്ല. പൊതുവേ അത് സ്റ്റേറ്റ് ചോദിക്കാറേ ഇല്ല, ഞാൻ കണ്ടിട്ടില്ലതേ ചോദിക്കുന്നത്. എന്നാലും നമ്മൾ മനസ്സിലാക്കണം. CBSE സ്കൂളിൽ വല്ലപ്പോഴും എങ്ങാനൊക്കെ ചോദിക്കത്തേ ഉള്ളൂ. അത് കുറേ ഉണ്ട്. അത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് ഇപ്പൊ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥ വരും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. പിന്നെ എപ്പോഴേലും സമയമുള്ളപ്പോൾ അതിനെ കാണിച്ചു തരാം. എനിക്ക് കാണിച്ചു തരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ വെറുതെ തലവേദന പിടിപ്പിക്കും. അതുകൊണ്ടാണ് അതിനോട് ഞാൻ തൊടാത്തത്. ഷോ ദാറ്റ് എ യൂണിയൻ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. എ യൂണിയൻ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എയും ബിയും ഈക്വൽ ആയിരിക്കും. ഇവിടെ ചിന്ത വേണം. എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഇംപ്ലൈസ് എ എലമെന്റ് ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി. ഞാനൊരു ബുക്ക് എടുക്കട്ടെ, നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3.
ക്യാപിറ്റൽ ബി ആരാ? സെറ്റ് 3 4 5 6. ഇവിടെ എ യൂണിയൻ ബി ആരാ? 1 2 3 4 5 6. എ ഇന്റർസെക്ഷൻ ബി ആരാ? only 3. ഇവിടെ ഞാൻ പറയുന്നത് സ്മോൾ ലെറ്റർ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ സ്മോൾ എ എലമെന്റ് ഓഫ് എ ആണെങ്കിൽ ഇംപ്ലൈസ് എ എലമെന്റ് ഓഫ് എ യൂണിയൻ ബി. നോക്കിക്കേ, 2 അല്ലെങ്കിൽ 1 എലമെന്റ് ഓഫ് എ എന്തായാലും എ യൂണിയൻ ബിയിൽ 1 കാണത്തില്ലേ? കാര്യം എലമെന്റ്സ് വിച്ച് ആർ ഇൻ എ ഓർ ബി ഓർ ഇൻ ബോത്ത്, അതാണ് എ യൂണിയൻ ബി. അപ്പൊ സ്മോൾ ലെറ്റർ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഇംപ്ലൈസ് സ്മോൾ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഇംപ്ലൈസ് സ്മോൾ എ എലമെന്റ് ഓഫ് എ യൂണിയൻ ബി. കണ്ടോ? പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താ? ഈ കേസിലെ എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണ്. എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണ്. അപ്പൊ എന്തായി? എ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ശരിയാണോ? ഇത് എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണ്. അപ്പൊ എ ഇവിടുത്തെ എലമെന്റ് ആണെങ്കിൽ ഇന്റർസെക്ഷനിലെ എലമെന്റും ആയിരിക്കും. ഇപ്പൊ നോക്കിക്കേ, 3 എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ 3 എലമെന്റ് ഓഫ് എ ആൻഡ് 3 എലമെന്റ് ഓഫ് ബി ആയിരിക്കത്തില്ലേ? ഓറല്ല, ആൻഡ്. എയിലെയും ബിയിലെയും എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിൽ വരുന്നത്, ആണോ? അപ്പൊ ഇംപ്ലൈസ് എ എലമെന്റ് ഓഫ് ബി. നമ്മള് സ്മോൾ എ എലമെന്റ് ഓഫ് സ്മോൾ ലെറ്റർ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ എന്നാണ് എടുത്തത്. ഇപ്പൊ ഞാൻ എവിടെ വന്നെത്തി? എ എലമെന്റ് ഓഫ് ബി. അപ്പൊ എ ക്യാപിറ്റൽ എയിലും ഉണ്ട്, ക്യാപിറ്റൽ ബിയിലും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? എയിലെ എലമെന്റ് ബി കാണുന്നു. അപ്പൊ എന്താ? ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് ബി. അതാണ് ഇക്വേഷൻ 1. ഇനി തിരിച്ചെടുക്കും. സിമിലർലി സ്മോൾ ലെറ്റർ ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി ഇംപ്ലൈസ് ബി എലമെന്റ് ഓഫ് എ യൂണിയൻ ബി. ഇത് നല്ലപോലെ മനസ്സിലാക്കണം. ബി എലമെന്റ് ഓഫ് ബി ആണ്. ഇപ്പൊ 4 ബിയിലെ എലമെന്റ് ആണ്. അപ്പൊ 4 എവിടെ കാണും? എ യൂണിയൻ ബിയിൽ കാണുമല്ലോ. എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണെങ്കിൽ, ഇവിടെ ഈക്വൽ അല്ല, 4 എവിടെ കാണും? എ ഇന്റർസെക്ഷൻ ബിയിലും കാണും. ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി ഇംപ്ലൈസ് ബി എലമെന്റ് ഓഫ് എ യൂണിയൻ ബി ഇംപ്ലൈസ് ബി എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയിൽ ബി ഉണ്ടെങ്കിൽ അത് ബിയിലും കാണും, എയിലും കാണും. ഇംപ്ലൈസ് ബി എലമെന്റ് ഓഫ് എ. അപ്പൊ എന്തായി? ബിയിലുള്ള എലമെന്റ് എയിലായി. അപ്പൊ ബി സബ്സെറ്റ് ഓഫ് എ. എ ബിയുടെ സബ്സെറ്റും ആണ്, ബി എയുടെ സബ്സെറ്റും ആണ്. അങ്ങനെ വന്നാൽ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു 1 2 3. ക്യാപിറ്റൽ ബി ഈക്വൽ ടു 3, 2, 1. എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്, അതുകൊണ്ട് എ സബ്സെറ്റ് ഓഫ് ബി. ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ട്, അപ്പൊ ബി എവിടെയുണ്ട്? ബിയിലെ എല്ലാവരും എയിലുണ്ട്. ബി സബ്സെറ്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പൊ ഫലത്തിൽ എന്തായി? എ ഈക്വൽ ടു ബി. ശരിയല്ലേ? പേജ് 27 11th ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ആൻഡ് ബി ബി സെറ്റ്സ് ഇഫ് എ ഇന്റർസെക്ഷൻ എക്സ് equal to B intersection X equal to null set. A union X equal to B union X. ക്വസ്റ്റ്യനിൽ തന്നിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എ യൂണിയൻ എക്സും ബി യൂണിയൻ എക്സും ഫോർ സം സെറ്റ് ക്യാപിറ്റൽ എക്സ് ഷോ ദാറ്റ് എ ഈക്വൽ ടു ബി. അവിടെ ഇങ്ങനെയും ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. എ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ എ യൂണിയൻ എക്സ് ആണെന്നും ബി എന്ന് പറയുന്നത് ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ എക്സ് ആണെന്നും. നമുക്ക് അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എടുത്തു. എ ഇന്റർസെക്ഷൻ എക്സ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എക്സ് ഈക്വൽ ടു നൾ സെറ്റ്. എയ്ക്കും എക്സിനും കോമൺ ആയിട്ട് ആരുമില്ല, ബിക്കും എക്സിനും കോമൺ ആയിട്ട് ആരുമില്ല. എ യൂണിയൻ എക്സും ബി യൂണിയൻ എക്സും ഈക്വൽ ആണ്. എയും എക്സും തമ്മിലുള്ള യൂണിയനും ബിയും എക്സും തമ്മിലുള്ള യൂണിയൻ ഈക്വൽ ആണ്. അതാണ് 2 ഇക്വേഷൻ. ഞാൻ ആദ്യം എ യൂണിയൻ എക്സ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് എന്ന് എടുത്തു. 2 സൈഡിലും എ കൊണ്ടൊരു ഇന്റർസെക്ഷനും കൊടുത്തു, 2 സൈഡിലും. അതിനുശേഷം നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ എ യൂണിയൻ എക്സ്. ചിന്തിക്കുക, എ ഇന്റർസെക്ഷൻ എ യൂണിയൻ എക്സ്. എക്കും എക്സിലും ഉള്ള എല്ലാ എലമെന്റ്സും എവിടെ വരും? എ യൂണിയൻ എക്സിൽ വരും. അപ്പൊ എയും എ യൂണിയൻ എക്സും തമ്മിലുള്ള കോമൺ ആരാ വരുന്നത്? തമ്മിലുള്ള കോമൺ എലമെന്റ് ആരാ വരുന്നത്? കോമൺ എലമെന്റ് വരുന്നത് എ ആയിരിക്കും. എ ഇന്റർസെക്ഷൻ എ യൂണിയൻ എക്സ്.
അതായത് എ യൂണിയൻ എക്സും എയും തമ്മിലുള്ള കോമൺ എലമെന്റ്സ് ആരാ? എ. നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് ഇതൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ തന്നെത്താനെ എക്സാമ്പിൾ എടുക്കുക. ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഇപ്പം അപ്പൊ എ യൂണിയൻ എക്സ് ആര് വരും? കണ്ടോ? അപ്പൊ നോക്കിക്കേ, എയ്ക്കും എ യൂണിയൻ എക്സിനും എ യൂണിയൻ എക്സിനും കോമൺ ആരാ? എ അല്ലേ? അപ്പൊ ആരായി? ഇത് തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആരാ? എ. ഇവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ എക്സ്. അപ്പൊ എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ നൾ സെറ്റ് ബൈ ഇക്വേഷൻ 1. ഇതാരാ? നൾ സെറ്റ്. ഇവര് തമ്മിലുള്ള യൂണിയൻ ആരാ? എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നമ്മൾ നോക്കിക്കേ, എയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണ്. അപ്പൊ എയിലുള്ള എല്ലാവരും ഇതിനകത്ത് കാണുമല്ലോ. എയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ എയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആയത്. ഇനിയും തിരിച്ച് എ യൂണിയൻ എക്സ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ്, അത് നമ്മൾ എടുത്തു. രണ്ട് സൈഡിലും ബി കൊണ്ട് ഇന്റർസെക്ഷൻ കൊടുത്തു. ബിക്കും ബി യൂണിയൻ എക്സിനും കോമൺ ആരാ? ബി. ഇപ്പുറത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ചു. ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എക്സ്. അതാരാ? നൾ സെറ്റ് ആണ്, തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കോമൺ ആരാ? ബി ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു ബി. അപ്പൊ ബിയിലുള്ള എല്ലാവരും ബി ഇന്റർസെക്ഷൻ എയിലുണ്ട്. അപ്പൊ ബി ആരുടെ സബ്സെറ്റ് ആയി? എയുടെ സബ്സെറ്റ് ആയി. ബിയിലുള്ള എല്ലാവരും എയിലുണ്ട്. നേരത്തെ പറഞ്ഞ് എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്. അപ്പൊ എയും ബിയും ഈക്വൽ ആയി. ഇനി 2 ക്വസ്റ്റ്യൻ ഞാൻ അവർക്ക് ഹോംവർക്ക് കൊടുത്തിരുന്നതാണ്. നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യനും ആദ്യം ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് റെഫ് ബുക്കിൽ തനിയെ ചെയ്യുക. നമ്മുടെ 3 വരുന്നതാണ്. ആ ഒന്നാമത്തത് അവരുടെ ഇവിടെ പടം വരച്ച് ചെയ്തിട്ടിരിക്കുക. നിങ്ങൾ നോക്കി എഴുതാതെ റെഫ് ബുക്കിൽ തനിയെ ചെയ്തിട്ട് ശരിയാണോ എന്ന് നോക്കിയിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതുക. അടുത്തതും അങ്ങനെ എഴുതുക. അപ്പൊ തൽക്കാലം നമ്മുടെ സെറ്റ് ഞാൻ ഈ ആൻസർ ഇട്ടേക്കാം. വെറുതെ നോക്കി എഴുതല്ലേ കുഞ്ഞുങ്ങളെ. നല്ലപോലെ നിങ്ങൾ പഠിക്കുക. സെറ്റ് തീർന്നു. ഈ ടൈപ്പ് പ്രൂഫ് ഒരു 3-4 ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ തന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ അടുത്ത റിലേഷൻ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചേരാൻ നിങ്ങളോട് പുതിയ പിള്ളേരൊക്കെ തിരക്കുന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇപ്പൊ വീഡിയോ എടുത്തു വെക്കുന്നത് കൊണ്ട് ക്ലാസ് ചാപ്റ്റേഴ്സ് പോയാലും കുഴപ്പമില്ല. ഞാനത് അയച്ചു കൊടുത്ത് റെഗുലറിൽ കൊണ്ടുവന്നിട്ട് ബാക്കി സൈഡിൽ കൂടെ കൊടുത്ത് റെഡിയാക്കാം. നിങ്ങൾ എല്ലാവരും ഇരുന്ന് നല്ലതുപോലെ പഠിക്കണേ. ഒരു ചാപ്റ്റർ തീർന്നു. ഇപ്പൊ ഒരുപാട് പഠിക്കാനായി. ആ 2 പ്രൂഫും നല്ലപോലെ മനസ്സിലാക്കി എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ ശരി എന്നാല്.